ഏതൊരു സ്ത്രീയോടും ഞാൻ തലമുടി പൊഴിയണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും പൊഴിയണുണ്ട്. ആർക്കും തലയിലുള്ള മുടി കൊണ്ട് തൃപ്തിയില്ല. അപ്പോൾ അത് പറഞ്ഞാൽ എല്ലാവരുടെയും തൈറോയിഡ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ത്രീകൾക്കാണ് പൊതുവെ എല്ലാ തൈറോയിഡിൻ്റെ രോഗങ്ങളും 90% സ്ത്രീകളെ ബാധിക്കുക. കുറഞ്ഞു പോണതായാലും കൂടി പോണതായാലും മുഴ വരുന്നതായാലും സ്ത്രീകളിലാണ് കൂടുതൽ. ഡയബറ്റീസ് ഒക്കെ വളരെ കോമൺ ആണെന്ന് പറയണ പോലെ തന്നെ തൈറോയിഡ് പ്രോബ്ലംസ് വെരി കോമൺ ആണ്. ന്യൂ ബോൺ ബേബീസ് മുതൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ. നമസ്കാരം. ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. നിരവധി ആളുകൾക്ക് കണ്ടുവരുന്ന സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് തൈറോയ്ഡ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തൈറോയിഡിനെ കുറിച്ചാണ്. നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഹരീഷ് കുമാർ സാറാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇന്ന് നിരവധി ആളുകൾക്ക് ഉള്ളൊരു രോഗമാണ് തൈറോയിഡ്. എന്നാൽ ആളുകൾക്ക് ഭയങ്കര പേടിയുണ്ട്, ടെൻഷനുണ്ട്. ശരിക്കും ഈ തൈറോയിഡിനെ നമ്മൾ പേടിക്കണോ? എന്താണ് തൈറോയിഡ്? മൊത്തത്തിൽ പറഞ്ഞാൽ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ അങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊന്നുമില്ല. 3 തരം പ്രശ്നങ്ങളുണ്ടാവാം സാധാരണയായിട്ട്. ഒന്നില്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയാം. അതാണ് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന പ്രശ്നം. കുറച്ചുകൂടെ ചുരുക്കമായിട്ട് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടി കാണാം. അതിന് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ ഒരു കോമൺ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴകൾ വരിക എന്നുള്ളത്. അപ്പോൾ അതും ഒരു വളരെ സാധാരണ പ്രസൻറ്റേഷനാണ്. കുറേ അധികം ആൾക്കാർ ഇങ്ങനെ തൈറോയിഡിൽ മുഴ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമായിട്ട് വരാറുണ്ട്. ഡോക്ടർ, എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഈ തൈറോയിഡിൻ്റെ മുഴകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പലപ്പോഴും ചിലർ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു മുഴ കാണും, ശ്രദ്ധിക്കും. അല്ലെങ്കിൽ വേറെ വല്ലവരും ചോദിക്കും, നിങ്ങളുടെ കഴുത്തിലൊരു മുഴ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞോ, സ്വയം ശ്രദ്ധിച്ചോ? പിന്നെ ഒരു മുഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയമോ, എന്താണെന്നത് അറിയണം, എന്ത് വേണം എന്നുള്ളൊരു ഭയമോ. അപ്പോൾ സാധാരണ കേരളത്തിലൊക്കെ അധികം വൈകാതെ ഡോക്ടർമാരുടെ അടുത്ത് എത്താറുണ്ട്. വേറെ ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ അതൊക്കെ ആൾക്കാർ വെച്ചുകൊണ്ടിരുന്ന് വളരെയധികം വലുതായതിനു ശേഷം ഡോക്ടറിനെ കാണുന്നത്. ഇവിടെ അങ്ങനെ കാണാറില്ല. പൊതുവെ സാധാരണ ഇത്തിരി ചെറിയതാവുമ്പോഴേ ആൾക്കാർ ഡോക്ടറിൻ്റെ അഡ്വൈസ് സീക്ക് ചെയ്യാറുണ്ട്. ഈ ഡോക്ടർ, ഈ തൈറോയിഡ് നമ്മുടെ എല്ലാ രോഗമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വരാനുള്ള ഒരു ലക്ഷണമാണോ? കാരണം നമ്മളിപ്പോൾ ഒരു മുഖക്കുരുവിന് പോയാലും ഒരു മുടികൊഴിച്ചിലിന് പോയാലും ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടോ, എന്നാൽ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം എന്നായിരിക്കും. ഇറ്റ്സ് റിവേഴ്സ്. തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് തല മുതൽ കാലിൻ്റെ നഖം വരെ എല്ലാത്തിനെയും ബാധിക്കും. ഒരുപാട് സിംറ്റംസ് ഉണ്ടാകും തൈറോയിഡ് കുറയുമ്പോൾ. പക്ഷെ അതൊക്കെ വളരെ സാധാരണ സിംറ്റംസാണ്. നിങ്ങൾ പറഞ്ഞ പോലെ മുടി പൊഴിയുക, രാത്രി ഉറക്കം ശരിയാവാതെ വരിക, വണ്ണം കൂടുക. ഹൈപ്പോ തൈറോയിഡ് എന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ ലെവൽ കുറഞ്ഞ വെയിറ്റ് കൂടാം. പിന്നെ പൊതുവേ ലെഥാർജിക്കാവും, നമ്മൾ വളരെ ടയേർഡ്, മൂഡി ആയിട്ടിരിക്കും, മൂഡൊക്കെ ഡൗൺ ആവും. എല്ലാം ഡൗൺ ആവും ഹൈപ്പോ തൈറോയിഡിസത്തിൽ. ദഹനം കുറയും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, പൊതുവേ ഒരു തണുപ്പ് തോന്നുക, ഫിസിക്കൽ ആക്ടിവിറ്റി കുറയും, നമ്മുടെ സ്മാർട്ട്നെസ്സും എല്ലാം കുറയും. ഇങ്ങനെ ഒരു കോർണറിൽ മിണ്ടാണ്ട് ഒരു ലോ മൂഡ് വെച്ചിരിക്കും. അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷനാണ് ഒരു നല്ല ഹൈപ്പോ തൈറോയിഡിസം ഉള്ള പേഷ്യൻറ്റ്. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വളരെ കോമൺ സിംറ്റംസാണ്. അതുകൊണ്ട് ഏതൊരു സ്ത്രീയോടും ഞാൻ തലമുടി പൊഴിയണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും പൊഴിയണുണ്ട്. ആർക്കും തലയിലുള്ള മുടി കൊണ്ട് തൃപ്തിയില്ല. അപ്പോൾ അത് പറഞ്ഞാൽ എല്ലാവരുടെയും തൈറോയിഡ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ നമ്മൾ നോക്കി ഒരു ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചാണ് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇതൊക്കെ വളരെ കോമൺ. കോൺസ്റ്റിപ്പേഷൻ വെരി കോമൺ പ്രോബ്ലംസ്. ഒരുപാട് പ്രായമായവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇങ്ങനെ എല്ലാ വ്യാപിച്ച് കിടക്കുന്ന സിംറ്റംസ് ആയതുകൊണ്ടാണ് പലപ്പോഴും തൈറോയിഡ് ഫങ്ഷൻ ഒരുമാതിരി എല്ലാത്തിനും ചെയ്യണമെന്ന് തോന്നുന്നത്. കാരണം ഇറ്റ് ക്യാൻ ബി ദ കോസ് ഓഫ് സോ മെനി തിങ്സ്. പീരിയഡ്സ് ഇറഗുലർ ആവാം, ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. ഇതൊക്കെ വെരി കോമൺ പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ അതിനൊക്കെ പോയി ഡോക്ടറിനെ കാണുമ്പോൾ അവർ തൈറോയിഡ് ചെക്ക് ചെയ്ത് നോക്കും, അതുകൊണ്ടാണോ എന്നറിയാം. ഡോക്ടർ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന ഭക്ഷണം കൊണ്ടായിരിക്കുമോ തൈറോയിഡ് വരുന്നത് നമുക്ക്? അതോ നമ്മുടെ ജീവിതശൈലിയോ പാരമ്പര്യമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, പാരമ്പര്യമുണ്ട് തീർച്ചയായിട്ടും. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം, തൈറോയിഡിൻ്റെ ലെവൽ കുറഞ്ഞു പോകുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടണതാണ് പലപ്പോഴും. ഹൈപ്പർ തൈറോയിഡിസത്തിൽ അത്രയില്ല, എന്നാലും ഹൈപ്പോ തൈറോയിഡിസം പാരമ്പര്യമുണ്ട്. പിന്നെ സ്ത്രീകൾക്കാണ് പൊതുവെ എല്ലാ തൈറോയിഡിൻ്റെ രോഗങ്ങളും 90% സ്ത്രീകളെ ബാധിക്കുക. കുറഞ്ഞു പോണതായാലും കൂടി പോണതായാലും മുഴ വരുന്നതായാലും സ്ത്രീകളിലാണ് കൂടുതൽ.
പുരുഷന്മാരൊരു 10% കാണുള്ളൂ തൈറോയിഡ് പ്രോബ്ലംസ് വെച്ച്. പിന്നെ ഫാമിലി വൈസും ഉണ്ടാവും. ഹൈപ്പോതൈറോയിഡിസം ഡെഫിനറ്റ്ലി റൺസ് ഇൻ ഫാമിലീസ്, ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും. എല്ലാവർക്കും അല്ല, എന്നാലും മിക്കവർക്കും ഉണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ചും ഹൈപ്പോതൈറോയിഡിസം. നമ്മളിവിടെ ഒരു പഠനം നടത്തിയിരുന്നു കേരളത്തിൽ കുറച്ച് കൊല്ലം മുമ്പ്, 8-10 കൊല്ലം മുമ്പ്. നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വടക്കം പറവൂർ, കളമശ്ശേരി, കലൂർ എന്നൊക്കെ ആൾക്കാരുടെ വീട്ടിൽ പോയി ഈ മുഴകളുടെ എന്നൊക്കെ ഇൻസിഡൻസ് നോക്കാനും പിന്നെ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എത്ര പേര് അറിയാതെ തൈറോയിഡ് കുറഞ്ഞിരിക്കണമെന്നൊക്കെ നോക്കിയപ്പോൾ ഏകദേശം ഒരു 10-11% ആൾക്കാർക്ക് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് വെരി കോമൺ. ഒരു 1 in 8 അഡൾട്ട്സ് തൈറോയിഡ് പ്രോബ്ലം ഉണ്ട്, അറിഞ്ഞോ അറിയാതെയോ. അതുകൊണ്ട് വളരെ കോമൺ ആണ്. നമ്മൾ ഈ ഡയബറ്റീസ് ഒക്കെ വളരെ കോമൺ ആണെന്ന് പറയണ പോലെ തന്നെ തൈറോയിഡ് പ്രോബ്ലംസ് വെരി കോമൺ ആണ്. ഈ നോർമൽ കഴിഞ്ഞു വരുന്നതാണല്ലോ എല്ലാവരും ടെൻഷൻ ആവുന്നത്. ഈ ലോ ആയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തൈറോയിഡ്? ലോ ആകുമ്പോഴാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത്. വണ്ണം കൂടുക, പീരിയഡ്സ് എഫക്റ്റ് ചെയ്യുക, മുടി പൊഴിയുക, ലെഥാർജിക് ആവുക, മൂടി ആവുക. ഡോക്ടർ, അതുപോലെ ഈ തൈറോയിഡ് ഉള്ളവർക്ക് മാനസിക ബുദ്ധിമുട്ടുകളും പിരിമുറുക്കും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. തൈറോയിഡിന്റെ പ്രവർത്തനം കൂടിക്കഴിഞ്ഞാൽ, ഞാൻ ഈ കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡൗൺ ആവുമെന്ന് പറഞ്ഞു, കൂടിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. എല്ലാം ഭയങ്കര ഹൈ ആവും. നമ്മുടെ പൾസ് റേറ്റ് ഇൻക്രീസ് ചെയ്യും, നമ്മൾ വെയിറ്റ് കുറയും, പിന്നെ നമ്മൾ ആകെപ്പാടെ ഭയങ്കര ഹൈപ്പറാവും, ഹൈപ്പർ എക്സൈറ്റബിൾ, അങ്ങനെ ചാടി നടക്കും, കണ്ണൊക്കെ ഇങ്ങനെ തുറച്ചു വരും, കൈയൊക്കെ വിറയ്ക്കും. നമ്മളൊരുമാതിരി എപ്പോഴും ഒരു ടെൻഷനില്ല. സാധാരണ ഒരു നിങ്ങളിപ്പോൾ എന്നെ തല്ലാൻ വന്നാൽ എൻ്റെ കൈ വിറയ്ക്കുമായിരിക്കും, അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് എപ്പോഴും. ഒരു സ്റ്റേറ്റ് ഓഫ് അണ്ടർ അറ്റാക്ക് എന്ന് പോലെ ഇരിക്കണേ തൈറോയിഡ് കൂടിയ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനത്തെ പല ലക്ഷണങ്ങളും ഉണ്ടാവാം ഈ തൈറോയിഡ് കൂടിക്കഴിഞ്ഞാൽ. ഡോക്ടർ, അതുപോലെ നമ്മൾ കോമൺലി ടെസ്റ്റ് ചെയ്യുമ്പോൾ TSH, T3, T4 ഇതല്ലാതെ എന്തെങ്കിലും ടെസ്റ്റുകളുണ്ടോ? എന്നാൽ ഈ TSHും T3യും T4ഉം എന്താണെന്നൊന്ന് വിശദീകരിച്ച് പറയൂ. T3യും T4ഉം ശരിക്കും ഈ തൈറോയിഡ് ഹോർമോൺ നമ്മൾ ബ്ലഡിൽ ചെക്ക് ചെയ്യാം. തൈറോയിഡ് ഗ്രന്ഥി കഴുത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്രന്ഥിയാണ്. അതിൽ നിന്നാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം. അപ്പോൾ അത് നമ്മൾ ബ്ലഡിൽ മെഷർ ചെയ്യണതാണ് ഈ T3, T4 എന്ന് പറയുന്നത്. TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നാണ് ഉണ്ടാവുന്നത്. അത് നമ്മുടെ ബ്രെയിനിൻ്റെ താഴെ ബേസിലിരിക്കുന്ന ഒരു ഗ്രന്ഥി. അതാണ് ഒരു മാസ്റ്റർ ഗ്ലാൻഡ് ഇൻ ദ ബോഡി. അതെല്ലാ ഹോർമോൺസും ശരീരത്തിൽ കൺട്രോൾ ചെയ്യണ ആ ഗ്ലാൻഡ് വളരെയധികം ഹോർമോൺസ് ഉണ്ടാക്കും. അതിൽ നിന്ന് ഒരു ഹോർമോണാണ് ഈ TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആ ഹോർമോണാണ് ഈ തൈറോയിഡ് ഗ്രന്ഥിയെ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ രണ്ടിൻ്റെയും റിസൾട്ട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് മനസ്സിലാവുള്ളൂ. ഇതിൽ ഒരെണ്ണം ഹൈയും ഒരെണ്ണം ലോയും അങ്ങനെ വരുമോ? അതെ, അങ്ങനെ വരും. തൈറോയിഡിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഈ T4 ബ്ലഡിൽ വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് പിറ്റ്യൂട്ടറിയുടെ TSHനെ സ്വിച്ച് ഓഫ് ചെയ്യും. ഈ TSH എന്ന് പറഞ്ഞാൽ ഈ തൈറോയിഡിനെ ഡ്രൈവ് ചെയ്ത് നോർമലായിട്ട് തൈറോയിഡ് ഹോർമോൺ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ തൈറോയിഡ് ഹോർമോൺ ഹൈ ആണെങ്കിൽ ഈ TSH എന്ന് പറഞ്ഞ ഹോർമോൺ കുറയും. ഒരു ഹൈ ഫ്രീ T4 വിത്ത് ലോ TSH എന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡ്, പ്രവർത്തനം കൂടുതലാണ്. ഈ ഫ്രീ T4 കുറഞ്ഞു കഴിഞ്ഞാൽ TSH കൂടും. TSH കൂടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൈപ്പോതൈറോയിഡിസം. ഡോക്ടർ, എപ്പോഴായിരിക്കും അപ്പം നമ്മളൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്? അത് നമ്മുടെ ബ്ലഡിൻ്റെ വാല്യൂ നോക്കിയിട്ട് TSH സാധാരണ 10 എന്നുള്ള ഒരു വാല്യൂ കൂടുമ്പോഴാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് വേറെയും കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. സിംറ്റംസ് ആയിട്ട് എങ്ങനെയുണ്ട് പേഷ്യൻറ്റിന്, പിന്നെ ഓവറോൾ സിറ്റുവേഷൻ നോക്കണം. പക്ഷെ പൊതുവേ പറഞ്ഞാൽ TSH ഒരു 10 കൂടുതൽ പോകുമ്പോഴാണ് നമ്മൾ ഹൈപ്പോതൈറോയിഡിസത്തിന് കുറഞ്ഞു പോണേനും മരുന്ന് തുടങ്ങണം. ഇപ്പോൾ ഡോക്ടർ തുടക്കത്തിലേ പറഞ്ഞു നമ്മുടെ തൊണ്ടയുടെ 2 സൈഡിലും ഇങ്ങനെ മുഴ പോലെ കാണുമെന്ന്. ഈ മുഴകൾ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടോ? ഈ തൊണ്ടയുടെ സൈഡിലല്ല, ഈ ഗ്രന്ഥിയുടെ ഉള്ളിൽ തന്നെ മുഴകൾ വരും. ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഉള്ളിലായി മുഴ വരുന്നത്. അപ്പോൾ അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇറ്റ്സ് വെരി റെയർ. നമ്മുടെ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ ഈ തൈറോയിഡ് മുഴകൾ ആർ വെരി കോമൺ. നമ്മൾ ഒരു 10-100 സ്ത്രീകളുടെ കഴുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15-20 പേർക്ക് ചിലപ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊട്ടാൽ മനസ്സിലാവുന്ന മുഴകൾ കാണും.
നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 50% പേർക്ക് അതിനകത്ത് ചെറിയ ചെറിയ മുഴകൾ കാണും. അപ്പോൾ തൈറോയിഡ് ഇസ് എ വെരി എന്താ പറയുക നോഡ്യുലർ ഓർഗൻ. നിറച്ചും മുഴകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു ഗ്രന്ഥിയാണ്. പക്ഷേ നമുക്കറിയേണ്ടത് അതിനകത്ത് പ്രശ്നമുള്ള മുഴയാണോ അല്ലയോ എന്നുള്ള, ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ഏർജൻസി. അതിന് നമ്മളൊരു നീഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും. നമുക്ക് ആദ്യമായിട്ട് ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. മുഴയുടെ സൈസും അതിൻ്റെ ആകൃതിയൊക്കെ നോക്കി നമുക്കൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. അതിൽ നിന്ന് അറിയാൻ റിസ്ക് കൂടുതലാണോ. റിസ്ക് കൂടുതലാണെങ്കിൽ നമ്മളൊരു ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും. ഒരു ചെറിയ നീഡിൽ ആ മുഴയുടെ ഉള്ളിലിട്ടിട്ട് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ കുറച്ച് സെൽസ് വലിച്ചെടുത്ത് അത് മൈക്രോസ്കോപ്പിൽ നോക്കി പരിശോധിക്കുക. നമുക്കറിയാൻ പറ്റും ക്യാൻസറിൻ്റെ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ പലരിലും ഇങ്ങനെ മുഴ പുറത്തോട്ട് വരാറുണ്ട്. അപ്പൊ ചിലർ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ചിലർ എനിക്ക് എന്ന് ശ്വാസം മുട്ടലാണെന്ന്. അപ്പൊ ഈ മുഴ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട്. ഈ മുഴ ഉള്ളിലോട്ട് വളരുമ്പോഴാണ് ശ്വാസം മുട്ടുണ്ടാകുന്നത്. അത് നമ്മുടെ ട്രക്കിയയിൽ ശ്വാസകോശത്തിലൊക്കെ പ്രസ് ചെയ്താൽ അതൊക്കെ ചുരുക്കമേ ഉള്ളൂ, റിലേറ്റീവ്ലി റെയർ. പുറത്തോട്ട് തള്ളി വന്നു എന്നുണ്ടെങ്കിൽ സാധാരണ ആർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. എപ്പോഴായിരിക്കും ഈ സർജറി അപ്പം പറയുന്നത്? സർജറിയുടെ ഇൻഡിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നീഡിൽ ടെസ്റ്റ് ചെയ്തു, അതിനകത്ത് കുഴപ്പം കണ്ടു, അല്ലെങ്കിൽ ഒരു ക്യാൻസറിൻ്റെ സംശയം കണ്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. അതാണ് ഒരു കോമൺ ഇൻഡിക്കേഷൻ. അതല്ലാണ്ട് വല്ലാത്ത ലാർജ് സൈസാണ്, ആ സൈസ് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് വലിയൊരു 2 സൈഡിലും മുഴയായിട്ട് വരും. അങ്ങനെയുള്ളവർക്കും നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഉള്ളിലോട്ട് വളർന്ന് അല്ലെങ്കിൽ താഴോട്ട് നെഞ്ചിലേക്ക് വളർന്ന് നമ്മുടെ ട്രക്കിയ പിന്നെ ഈസോഫഗസ് അതൊക്കെ പ്രസ് ചെയ്ത് വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ സൈസ് കാരണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കളയാറുണ്ട്. പിന്നെ ഒരു ഫൈനൽ ഇൻഡിക്കേഷൻ കോസ്മെറ്റിക് ആണ്. അപ്പോൾ പല സ്ത്രീകൾക്കും അതുകൊണ്ടൊരു വൃത്തിയായിട്ട് തോന്നണു, അപ്പോൾ അതിനും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻ്റ് ചോയ്സും അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം നീഡിൽ ടെസ്റ്റ് ചെയ്തു എല്ലാം നോർമലാണ്, വേറെ ശ്വാസത്തിനൊന്നും കുഴപ്പമില്ല, എന്നാലും അതൊരു വൃത്തിയായിട്ടൊരു അഭംഗി തോന്നണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയാറുണ്ട്. ഡോക്ടർ, അപ്പോൾ നമുക്ക് ഈ മെഡിസിൻ കൊണ്ട് ഈ മുഴ വരുന്നത് തടയാൻ പറ്റുമോ? ഇല്ല, ഇല്ല, അങ്ങനെ തെളിവില്ല. അപ്പോൾ ആദ്യം നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ ഇത് കഴിച്ചാലും ഈ മുഴ വരാൻ സാധ്യതയുണ്ട്? ഉണ്ട്. മുഴകൾ വരുന്നത് മെഡിസിനായിട്ട് അങ്ങനെ വലിയ ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ ഈ നമ്മളൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാണ് തൈറോയിഡിന്, അപ്പോൾ അത് എത്ര നാൾ കഴിക്കണം? നമ്മൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് മേ ബി ഒരു ലിമിറ്റഡ് ടൈം പീരീഡിന് കഴിച്ചാൽ മതി. സാധാരണ ഒരു 1-1.5 കൊല്ലമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ കുറയും. ഹൈപ്പോ തൈറോയിഡിസം എന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ ലെവൽ കുറഞ്ഞതാണെങ്കിൽ മിക്കവർക്കും നമ്മളൊരു ആൻറ്റിബോഡി ടെസ്റ്റും കൂടെ ചെയ്തിട്ടേ തീർച്ചപ്പെടുത്തുള്ളൂ. പക്ഷെ മിക്കവർക്കും അത് ലൈഫ് ലോങ് തുടരേണ്ടി വരും. കാരണം ഈ ആൻറ്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് തന്നെ ഭേദപ്പെടാൻ പോകുന്നില്ല, ഗ്രന്ഥി ശരിക്കും പ്രവർത്തിക്കണില്ല. അപ്പോൾ അത് ഉണ്ടാക്കണ ഹോർമോണാണ് നമ്മൾ ഗുളികയായിട്ട് കഴിക്കണത്. അപ്പോൾ പലർക്കും പേടിയ ഒരു മരുന്ന് കഴിക്കുക. അതൊരു മരുന്നെന്ന് കാണാനില്ല. നമ്മുടെ ശരീരത്തിലെ ഒരു ഹോർമോൺ, ആ ഗ്രന്ഥി ശരിക്കും പ്രവർത്തിക്കാത്തതുകൊണ്ട് ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞു, അത് നമ്മൾ ഗുളികയായിട്ട് റീപ്ലേസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു പനിക്ക് മരുന്ന് കഴിച്ചാലും നമുക്ക് പേടി, ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ? അതെ, ഇതിപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു ഹോർമോൺ റീപ്ലേസ് ചെയ്യണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് പേടിക്കാനൊന്നുമില്ല. പിന്നെ നമ്മളൊന്ന് ലെവൽ ചെക്ക് ചെയ്ത് നോക്കണം, കാരണം അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. ലെവൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ കറക്റ്റ് ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. തൈറോയ്ഡ് ഹോർമോൺ വിൽ ബി നോർമൽ, എവറിത്തിങ് വിൽ ബി ഓക്കെ ഇൻ ദ ബോഡി. ആൻഡ് അത് കഴിക്കുന്നത് ഹോർമോണാണ്, നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണാണ്. അത് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനാണ്. അതുകൊണ്ട് ആ രീതിയിലൊന്നും ഭയപ്പെടാനില്ല. ഡോക്ടർ, അപ്പോൾ ഈ സർജറിക്ക് ശേഷം നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരുമോ? സർജറി ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥി മൊത്തം എടുത്തു കളഞ്ഞാൽ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കേണ്ടി വരും. കാരണം തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാൻ ഇപ്പോൾ ആരും ഇല്ല, അത് പോയല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ തൈറോയ്ഡ് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. ഇപ്പോൾ തൈറോയ്ഡ് ഉള്ള ഒരാളാണെങ്കിലും ഈ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിലും എത്ര നാൾ കൂടിയിരിക്കുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യണം? 3 മാസമാണോ 6 മാസമാണോ? തൈറോയിഡ് കുറവാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഒരു 3 monthsലൊക്കെ ചെക്ക് ചെയ്യും നമ്മൾ, ടിൽ സെറ്റിൽസ് ഡൗൺ ടു എ നോർമൽ ലെവൽ. പിന്നെ വർഷത്തിലൊരിക്കൊക്കെ ചെക്ക് ചെയ്താൽ മതിയോ. ഈ കുട്ടികൾക്ക് തൈറോയ്ഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ജന്മനാലെ ചിലർക്ക് തൈറോയിഡ് വളരെ കുറഞ്ഞ കാണാറുണ്ട്, ഹൈപ്പോ തൈറോയിഡിസം. ഇൻബോൺ ആയിട്ട് ചിലർക്ക് വരും, ചിലപ്പോൾ ജനിച്ച ഉടനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ന്യൂ ബോൺ ബേബീസ് മുതൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ. റിലേറ്റീവ്ലി റെയർ, അഡൾട്ട്സിനുള്ള പോലെ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാറില്ല, പക്ഷേ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഇറഗുലർ പീരീഡ്സ് ഒക്കെ വരുമ്പോൾ തൈറോയ്ഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ?
അത് തൈറോയിഡ് കൂടിയാലും കുറഞ്ഞാലും അത് പീരിയഡ്സിനെ ബാധിക്കും. അത് ശരിക്കും ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും. അപ്പോൾ പീരിയഡ്സ് സൈക്കിൾ തെറ്റും, ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ സൈക്കിൾസ് ഉണ്ടാകും, ചിലപ്പോൾ ചില സൈക്കിൾസ് മിസ് ചെയ്യും, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പേഷ്യൻസ് കുട്ടികൾ ഉണ്ടാവണില്ല എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡും വൈഫും വരുമ്പോൾ ഈ ലേഡിക്ക് ചിലപ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ സൈക്കിൾസ് ശരിക്കും ഉണ്ടാവാത്തത് ഈ തൈറോയിഡ് ഹോർമോൺ ഇത്തിരി കുറവാണെങ്കിൽ ആ പീരിയഡിൻ്റെ സമയത്ത് ശരിക്കും ഒരു ഓവുലേഷൻ എന്ന് പറഞ്ഞ ഒരു മുട്ട പുറത്ത് വരും, അത് വരാതിരിക്കും, ആ ഓവുലേഷനെ അത് ബാധിക്കും. അപ്പോൾ പിന്നെ ഫെർട്ടിലിറ്റി അങ്ങനെ ആ രീതിയിൽ ബാധിക്കും. നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും, TSH കുറച്ച് കൂടുതൽ, T4 ഇത്തിരി കുറവ്. അതിന് നമ്മൾ തൈറോയിഡ് ഹോർമോൺ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും പെട്ടെന്ന് അത് കഴിഞ്ഞ് കൺസീവ് ചെയ്യും. അപ്പോൾ നമുക്കത് വളരെ ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ എനിക്കിപ്പോൾ തൈറോയിഡ് നോർമൽ ആണെന്നിരിക്കട്ടെ, അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് തൈറോയിഡ് നോർമൽ ആണല്ലോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നോർമലായി നിൽക്കുന്ന ഒരു സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ തൈറോയിഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? കുറച്ച് പേർക്ക്, ചിലവർക്ക്, അതൊന്നും അത്ര കോമൺ അല്ല, എന്നാലും പ്രഗ്നൻസി റിലേറ്റഡ് തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ചിലർക്ക് ഉണ്ടാവാറുണ്ട്, പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ് എന്നൊക്കെ പറയുന്നത് ഡെലിവറി കഴിഞ്ഞും ഉണ്ടാവാറുണ്ട്. തൈറോയിഡ് കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പോൾ ഈ കുട്ടിക്ക് ഇതിൻ്റെ ഒരു അംശം കിട്ടാൻ സാധ്യതയുണ്ടോ? പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഡിസോർഡേഴ്സ് ഇൻ പ്രഗ്നൻസി നമ്മൾ സൂക്ഷിക്കണം, ട്രീറ്റ് ചെയ്യണം. പക്ഷെ അത്ര വലിയ ഇഷ്യൂ ഒന്നുമല്ല. പലരും അറിയാതെ വളരെയധികം തൈറോയിഡ് വളരെ കുറവായിട്ട് ഗർഭത്തിന് ശേഷം അവരറിയണേ, ടെസ്റ്റ് ചെയ്ത് കാണില്ല. അല്ലെങ്കിൽ ചിലർ തൈറോയിഡിൻ്റെ അസുഖം ഉള്ളവരും മരുന്ന് കഴിക്കാതെ തൈറോയിഡ് വല്ലാണ്ട് കുറഞ്ഞ് ഗർഭവും ആ സമയത്ത് നോക്കുമ്പോൾ തീരെ കുറവായിരിക്കും, ഹോർമോൺ തീരെ കാണില്ല. അതൊക്കെ ഇത്തിരി ഡേഞ്ചർ ഉണ്ടാക്കാം അമ്മയ്ക്കും കുട്ടിക്കും. പക്ഷെ പൊതുവേ നമ്മൾ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അതിന് വേണ്ടി അങ്ങനെ അബോർഷനൊന്നും ആരും അഡ്വൈസ് ചെയ്യാറില്ല. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, സൂക്ഷിക്കണം എന്നല്ലാണ്ട്. ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതാണ്, ഇപ്പം നോർമൽ തൈറോയിഡിന് മരുന്ന് എടുക്കുന്നുണ്ട്, അപ്പം അടുത്ത പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ നോർമലായിരിക്കും. പക്ഷെ എന്നാൽ ഈ തൈറോയിഡിൻ്റെ സിംറ്റംസ് ഒക്കെ ഇവർക്ക് ഉണ്ടാകാറുണ്ട്, അതെന്തുകൊണ്ടായിരിക്കും? അത് ഞാൻ പറഞ്ഞ പോലെ ഈ തൈറോയിഡിൻ്റെ സിംറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ ആർ സോ കോമൺ ദാറ്റ് ഇറ്റ് മേ നോട്ട് ബി ഡ്യൂ ടു ദ തൈറോയിഡ്. ഈ അസുഖത്തിന് കാനഡയിൽ ഇവർ വിൽസൺ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ തൈറോയിഡ് നോർമലാണ്, പക്ഷേ തൈറോയിഡിൻ്റെ സിംറ്റംസ് എല്ലാം പെർസിസ്റ്റ് ചെയ്യുക. തൈറോയിഡ് കുറഞ്ഞതിൻ്റെ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുക. ചിലർ പറയും വീണ്ടും വണ്ണം വെക്കണു, മൂഡ് ശരിയാവണില്ല, മുടി പൊഴിയുക, എല്ലാം കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, എല്ലാ അസുഖങ്ങളും അവർക്ക് മാറണില്ല. അപ്പോൾ അതെങ്ങനെ ചികിത്സിക്കണം എന്നുള്ളത് വളരെ ഒരു വിവാദമുള്ള ഒരു ഏരിയ ആണ്. പൊതുവേ നമ്മൾ മരുന്ന് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പലർക്കും അതുകൊണ്ട് ആശ്വാസം ഉണ്ടാവും. അങ്ങനെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇല്ലാത്ത കുഴപ്പങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യണം പാടില്ല എന്നൊക്കെയാണ് സയൻറ്റിഫിക്കലി പറയണത്. പക്ഷെ ഞാൻ പലപ്പോഴും ചിലർക്ക് ഒത്തിരി കൂട്ടി കൊടുക്കാറുണ്ട് ഡോസ്. കാരണം നിങ്ങൾ നോർമലാണെന്ന് പറയുന്ന ആ ലെവല് ശരിക്കും നിങ്ങൾക്ക് നോർമലായിരിക്കില്ല. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളൊരു ലബോറട്ടറി ടെസ്റ്റ് എങ്ങനെയാണ് നോർമൽ ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളൊരു ടെസ്റ്റ് ആദ്യം ഒരു 100-500 ജനറൽ പോപ്പുലേഷനിൽ ചെക്ക് ചെയ്യും ആൾക്കാരിൽ. എന്നിട്ട് അതിൽ നിന്നൊരു റേഞ്ച് കണ്ടുപിടിക്കും. എന്നിട്ട് ഔട്ട്ലയേഴ്സിനെ കുറേ പേരെ തള്ളിക്കളയും. എന്നിട്ടൊരു 90% ഏത് റേഞ്ചിലാണ് കിടക്കണം, ആ റേഞ്ചാണ് നമ്മൾ നോർമലിന് എടുക്കണം. ഇപ്പോൾ ഒരു പോപ്പുലേഷൻ നോർമൽ എന്ന് പറഞ്ഞാൽ 1 to 5 ആവാം. പക്ഷെ ഒരു ഇൻഡിവിജ്വലിൻ്റെ നോർമൽ വളരെ നാരോ ആണ്, ഒരു 2 to 3 ഒക്കെ കാണുള്ളൂ. അപ്പം നിങ്ങളുടെ നോർമൽ ഇത്തിരി ഹൈ ആണ്, നിങ്ങളൊരു 5 to 6 നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് പറയാനില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നോർമലായിരിക്കും. അതുപോലെ ഇത്തിരി കുറഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോരാ, നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ വെറുതെ ഈ ലാബ് വാല്യൂ നോക്കിയിട്ട് ട്രീറ്റ് ചെയ്താൽ പോരാ, പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കി. അങ്ങനെ സിംറ്റംസ് മാറാത്തവർക്ക് കുറച്ചുകൂടെ ഡോസ് കൊടുത്തുകൊണ്ട് തെറ്റില്ല. അപ്പോൾ അവർ ദിൽ ഫീൽ ബെറ്റർ ഓൺ ദാറ്റ്. പിന്നെ നമ്മൾ പൊതുവേ കൊടുക്കുന്നത് ഒരു തൈറോനോം, ഒരു എന്താ പറയുന്നത്, തൈറോക്സിൻ T4 എന്ന് പറഞ്ഞൊരു മരുന്നാണ് നമ്മൾ പൊതുവേ കൊടുക്കുന്നത് തൈറോയിഡിന്. അതല്ലാണ്ട് T3 എന്ന് പറഞ്ഞുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ, അത് നമ്മൾ മരുന്നായിട്ട് കൊടുക്കാറില്ല സ്വതുവേ. പക്ഷെ ഇങ്ങനത്തെ പേർക്ക് ഈ T3 കൊടുത്താൽ അത് കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് ആക്ടിങ്, അത് കൊടുത്തു കഴിഞ്ഞാൽ പലർക്കും റിലീഫ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി മരുന്നും ആഡ് ചെയ്ത് ഡോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും റിലീഫ് കിട്ടും. പക്ഷേ ഇത് നോട്ട് ആൻ അൺകോമൺ പ്രോബ്ലം. പലരും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമൽ ആയിരിക്കും, ബട്ട് ദേ സേ ദേ ആർ സ്റ്റിൽ ഫീലിംഗ് ഹൈപ്പോതൈറോയിഡ്.
ഈ നമ്മൾ സർജറി ചെയ്യുന്ന കാര്യം പറഞ്ഞു, അപ്പോൾ ഇത് മൊത്തത്തിൽ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവർക്ക് പിന്നീട് എന്തെങ്കിലും അല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഈ സർജറിയിലെ 2 കോമൺ സൈഡ് എഫക്ട്സ് വരാൻ എന്താന്ന് പറഞ്ഞാൽ, ഈ ശബ്ദത്തിൻ്റെ ഒരു ഞരമ്പ്, വോക്കൽ കോഡ്സ് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ഉള്ളിലാണ് ശബ്ദം കൺട്രോൾ ചെയ്യണത്. അതിൻ്റെ ഒരു ഞരമ്പ് ഈ തൈറോയിഡിൻ്റെ പുറകിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ സർജൻ ശ്രദ്ധിക്കാതെ അറിയാതെ ഞരമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ശബ്ദത്തിനെ ബാധിക്കാം. പിന്നെ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ 4 അറ്റത്തും പാരാതൈറോയിഡ് എന്ന് പറഞ്ഞ 4 ഗ്രന്ഥികളുണ്ട്. അതാണ് കാൽഷ്യം റെഗുലേറ്റ് ചെയ്യണ ബോഡിയിൽ. അതും സർജൻ ശരിക്കും 1-2 പാരാതൈറോയിഡിനെ സേവ് ചെയ്ത് വെച്ചിട്ട് വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. അതൊന്നും അവർ ഐഡൻറ്റിഫൈ ചെയ്ത് അത് എടുക്കാതിരിക്കണം. ചിലപ്പോൾ ശ്രദ്ധിക്കാതെ 4 ഗ്രന്ഥിയും പുറത്ത് പോകുന്നു എന്നുണ്ടെങ്കിൽ കാൽഷ്യം ലെവൽസ് കുറയാം. ഇതാണ് 2 സാധാരണ കാണുന്ന സൈഡ് എഫക്ട്സ്. അപ്പം എല്ലാ രോഗികളോടും ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അവർ പറയും ഞാൻ ടീച്ചറാണ്, എൻ്റെ ശബ്ദം പോവും. ഇൻ ഗുഡ് ഹാൻഡ്സ് ഇങ്ങനെ സംഭവിക്കാറുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നല്ല സർജൻ്റെ കയ്യിൽ ദീസ് ആർ നൗ ഡേയ്സ് വെരി വെരി റെയർ. ഈ കാൽഷ്യം കുറഞ്ഞു പോണതും വളരെ റെയറാണ്, ശബ്ദം പോണത് അതിലും വളരെ റെയറാണ്, വെരി റെയർ. പക്ഷേ സംഭവിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ രോഗികളും ഇത് ചോദിക്കും, അവർക്കൊക്കെ പേടിയാണ്. അപ്പം ഞാൻ അവരോട് പറയണ ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു റോഡ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബസ് ഇടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കടന്നു പോകുന്നുണ്ട്, ചിലപ്പോൾ ഒരാളെ വല്ലതും ഇടിക്കും, അത്രക്കുള്ള റിസ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സൈഡ് എഫക്ട്സ് ആർ വെരി റെയർ നൗ ഡേയ്സ്. ഈ എല്ലാവരും ഇത് സർജറി ചെയ്ത് മാറ്റണോ? അങ്ങനെയുണ്ട്? വേണ്ട. മരുന്നുകൾ കൊണ്ടാണ് മിക്കവാറും എല്ലാവരും ചികിത്സിക്കണേ. ഈ ക്യാൻസറിൻ്റെ സംശയമുള്ളപ്പോഴാണ് നമ്മൾ സർജറി ചെയ്യണേ ലാർജ്ലി. ഡോക്ടർ, അങ്ങനെ എന്തെങ്കിലും കേസുകളുണ്ടോ? അതായത് ഈ തൈറോയ്ഡ് വന്നിട്ട് ക്യാൻസറായി? പിന്നെ ഈ മുഴകളുടെ ഉള്ളിൽ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാവാം. അതാ ഞാൻ പറഞ്ഞാൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് സസ്പെഷൻ വല്ലതും തോന്നിയെന്നുണ്ട്, അൾട്രാസൗണ്ടിൽ തോന്നിയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തിരി വലിയ മുഴയാണെങ്കിൽ നീഡിൽ ടെസ്റ്റ് ചെയ്യണം. നീഡിൽ ടെസ്റ്റിൽ വല്ല സംശയാസ്പദമായിട്ട് വല്ലതും കണ്ട പിന്നെ സർജറി ചെയ്യണതാണ് ഭേദം. അപ്പോൾ പിന്നെ നമുക്ക് ബയോപ്സി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് മുമ്പോട്ട് പോകാം. ഈ സർജറിക്ക് ശേഷം എന്തൊക്കെ ഭക്ഷണങ്ങൾ ഇവർ ഒഴിവാക്കണം? അതായത് നോർമലി തൈറോയ്ഡ് ഉള്ളവർ ക്യാബേജ് കഴിക്കരുതെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഒരു ലിമിറ്റിൽ കഴിക്കണം എന്നല്ലാണ്ട് വലിയ കുഴപ്പമില്ല. അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ബാധിക്കണില്ല, നമുക്ക് നോർമൽ ഡയറ്റ് കഴിക്കാം. നമ്മുടെ ഭക്ഷണം ക്രമം കൊണ്ട് നമുക്ക് തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? മരുന്നൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ തൈറോയിഡ് വരാതിരിക്കാൻ അങ്ങനെ ഭക്ഷണങ്ങളൊന്നുമില്ല? ഇപ്പോൾ ആൾക്കാർ പറയും ഇന്നതൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് തൈറോയിഡ് വരില്ല. ഇല്ല, അങ്ങനത്തെ രഹസ്യങ്ങളും സൂത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ഡോക്ടർക്ക് എന്താണ് ആളുകളോട് പറയാനുള്ളത് ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ? തൈറോയിഡായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആർ വെരി കോമൺ. ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പോതൈറോയിഡിസം കുറഞ്ഞു പോകാൻ ഏറ്റവും കോമൺ, കൂടുതലുള്ളത് കുറച്ചുകൂടെ ലെസ് കോമൺ ആണ്. പിന്നെ ഈ മുഴകൾ, ഈ 3 എണ്ണമാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ. ഇത് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കുകയോ വേണ്ട ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് സ്കാനും ഒക്കെ ചെയ്ത് വേണ്ട ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സുഖമായിട്ട് പരിഹാരം കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനൊരു എൻഡോക്രിനോളജിസ്റ്റാണ്. അപ്പം നമ്മൾ സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡയബറ്റീസും തൈറോയിഡുമാണ്. പലപ്പോഴും തൈറോയിഡ് ചികിത്സിക്കാനാണ് നമുക്കൊരു തൃപ്തിയുള്ള കാര്യം, കാരണം അതിനൊരു അവസാനമുണ്ട്. ഡയബറ്റീസ് ആണെങ്കിൽ ഇങ്ങനെ വർഷാവർഷം പോയിക്കൊണ്ടേയിരിക്കും, ഇത് കൺട്രോൾ ചെയ്യാന്നല്ലാണ്ട് വേറൊരു ഇതുമില്ലല്ലോ. അതുകൊണ്ട് തൈറോയിഡിന് അസുഖം വന്നു എന്ന് വിചാരിച്ച് അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല, പെട്ടെന്ന് പരിഹാരം കാണാം. അതിൻ്റെ മരുന്നുകളും ഒക്കെ വളരെ ചീപ്പാണ്. ഈ തൈറോയിഡ് ഹോർമോൺ നമ്മൾ ഗുളികയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ ചീപ്പാണ്. 100 രൂപയുടെ ഒരു കുപ്പിക്ക് 100 ഗുളിക കാണും. ഒരു ഗുളിയൊക്കെ 1 രൂപയേ ഉള്ളൂ. അധികം മരുന്നുകൾ കിട്ടില്ല ഈ കാലത്ത് 1 രൂപയ്ക്ക്. ഇറ്റ്സ് വെരി ചീപ്പ്. അതുകൊണ്ട് ഞാൻ പല പേഷ്യൻസിനോടും പറയാറുണ്ട്, വിഷമിക്കേണ്ട, ഈശ്വരൻ എന്തെങ്കിലും ഒരു അസുഖം തരാൻ പോവുകയാണെങ്കിൽ വേഗം പറയണം, എനിക്ക് ഹൈപ്പോതൈറോയിഡിസം മതി, കാരണം ഇറ്റ്സ് വെരി ചീപ്പ്, ഒരു ഗുളിക കഴിച്ചാൽ മതി, യു വിൽ ബി ഫൈൻ. ഡോക്ടർ, അതുപോലെ ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് ഗോയിറ്റർ എന്ന് ഒരു ടേം ഉണ്ട്, അപ്പോൾ അതെന്താണെന്ന് പറയുമോ? അല്ല, ഗോയിറ്റർ ജസ്റ്റ് മീൻസ് എ സ്വെല്ലിംഗ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് വീങ്ങിയിരുന്ന അതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ചിലപ്പോൾ മൊത്തമായിട്ട് ഗ്രന്ഥി വീങ്ങിയിരിക്കും, ഒരു സ്മൂത്ത് ആൻഡ് ക്ലീൻ ആയിട്ട്. ചിലപ്പോൾ മുഴകളായിട്ട് വരും. അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ മുഴ ആണ്, ഒരു മുഴ ഇവിടെ കാണും, ചിലപ്പോൾ ഒരു മുഴ അവിടെ കാണും. അപ്പോൾ അങ്ങനെ പല രീതിയിലും വരാം. അതിനെയൊക്കെ ഗോയിറ്റർ എന്നാണ് പറയുന്നത്. ഈ അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ഗ്രന്ഥി വീങ്ങും, അതിനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്.
നമ്മുടെ നാട്ടിൽ പൊതുവെ അയഡിൻ ഡെഫിഷ്യൻസി ഇല്ല. അതിൻ്റെ ഒരു പഠനം നമ്മൾ പണ്ട് നടത്തിയിരുന്നു. നമ്മുടെ ഇവിടുത്തെ ജനറൽ പോപ്പുലേഷനിലൊക്കെ എല്ലാവർക്കും ആവശ്യത്തിന് അയഡിൻ ഉണ്ട്. പൊതുവെ കോസ്റ്റൽ ഏരിയാസിൽ താമസിക്കുന്ന പോപ്പുലേഷനൊക്കെ ഈ സീ ഫിഷൊക്കെ കഴിച്ചിട്ട് നിറച്ചും അയഡിൻ കിട്ടും. പിന്നെ ഇപ്പോൾ സോൾട്ടിലൊക്കെ അയഡിൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കമേഴ്ഷ്യൽ സോൾട്ടൊക്കെ വാങ്ങിച്ചാൽ അതിൽ അയഡിൻ റിപ്ലനിഷ്ഡാണ്. അതുകൊണ്ട് അയഡിൻ കുറവുകൊണ്ട് ഇങ്ങനെ പൊതുവെ ഇവിടെ കാണാറില്ല. ശരിക്കും ഇതിൻ്റെ ഒരു ജനസിസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ സബ് ഹിമാലയൻ റീജിയൻസ് ഉണ്ട് ഇന്ത്യയിൽ. ഈ ബീഹാർ, ഉത്തർപ്രദേശ് ആ ഭാഗത്തൊക്കെ ഒരുപാട് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരുപാട് പേർക്ക് ഈ ഗ്രന്ഥി വീങ്ങി വരും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ബേസിസിലാണ് ഓൾ ഓവർ ഇന്ത്യ ഇങ്ങനെ ഈ സോൾട്ടിൽ അയഡിൻ ചേർക്കണ ഒരു സജഷൻ വന്നതും അത് നാഷണൽ പ്രോഗ്രാമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതും. അതിനുശേഷം ഈ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഗോയിറ്റർ വരുന്നത് വെരി ഇൻഫ്രീക്വൻറ്റ്. അപ്പോൾ തൈറോയ്ഡ് വന്ന ആരും പേടിക്കണ്ട, കൃത്യസമയത്ത് ടെസ്റ്റ് എടുക്കുക, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.